അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെടണമെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാർ അത് കേൾക്കുകയും ബാക്കി എല്ലാ പേരുകൾക്കും മുകളിൽ ഞാൻ അൻസിബയുടെ പേര് പറയും. അൻസിബ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കട്ടെ എന്നാണ് അവിടെ പൊതുജനമൊക്കെ പറയുന്നത്. അൻസിബ വരണം, അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ വരേണ്ടത്. അത് ജനറൽ സെക്രട്ടറി എന്നുള്ളതല്ലേ, ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരണം. അൻസിബ വന്നാൽ അല്ലെ അങ്ങനെ ഒരു നേരുള്ള ഒരാൾ വന്നാൽ ഈ പറയുന്ന ധ്യാനാകട്ടെ, അജു വർഗീസ് ആകട്ടെ, അല്ലെങ്കിൽ എന്താ ചാക്കോച്ചനാകട്ടെ, ഇവരുടെ പേര് ആസിഫ് അലി ആകട്ടെ, എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു പുതിയ വെളിച്ചം ആ സംഘടനയിലേക്ക് വരും. കാരണം ആ സംഘടന ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആരും പൊതുസമൂഹത്തിനെ ഒരുപാട് മോശമാക്കി സംഘടനയെ പറയുന്നുണ്ട്. വ്യക്തികൾ ചെയ്യുന്ന, ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളിലെ ഒരു സംഘടനയുടെ സംസ്കാരമാക്കി മാറ്റരുത്. ഒരു വ്യക്തിക്ക് പറയുന്ന വാക്കുകളെ മീഡിയയിൽ ഒരുപാട് തവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് വൃത്തികെട്ട സംഘടനയാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ അധിക്ഷേപിക്കരുത്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ സംഘടനയെ വിശ്വസിച്ച് അമ്മ എന്ന് തന്നെ വിളിച്ച് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അതുകൊണ്ടല്ലേ ഇന്നലെ ഒരു കാര്യം നടന്നപ്പോൾ എത്ര വ്യക്തമായ തീരുമാനമാണ് അമ്മ സംഘടനയിലെ അംഗങ്ങൾ എടുത്തത്. ഇതൊരു മുകൾ തട്ടിൽ നിന്ന് വന്ന തീരുമാനമല്ല, താഴെ തട്ടിലുള്ള അംഗങ്ങളുടെ തീരുമാനമാണ് ഇന്നലെ നടപ്പിലായത്. അത് അൻസിബ വ്യക്തമായി പറഞ്ഞല്ലോ. അൻസിബ പറഞ്ഞു, ഒന്ന് ഒഫീഷ്യലി വിളിക്കുക പോലും ഇവർ ചെയ്യാത്ത എന്താണെന്ന് അൻസിബ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അൻസിബ ഇന്നലെയും ആവർത്തിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവരെ വിളിക്കുമെന്ന് കള്ളം പറഞ്ഞത്, എന്നിട്ട് വിളിക്കാതിരുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. നമ്മൾ സ്ത്രീകൾ വരുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർ വരുമോ വരാതിരിക്കുവരുടെ കാര്യം. പക്ഷേ ഒഫീഷ്യലി പോയി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും അമ്മയുടെ പ്രസിഡന്റും പോയിട്ട് നിങ്ങൾ തിരിച്ചു വരണം, നമുക്ക് പുതിയതായി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് എന്താണ് എന്ന് അൻസിബ ചോദിക്കുന്നതിന് ഒരു ഉത്തരം ഇവർ പറയട്ടെന്നേ. ഞാനല്ല ചോദിച്ച, അൻസിബയുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയണം. അൻസിബയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അൻസിബ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല. അൻസിബയുടെ നിലയിൽ നല്ല ആൾതാമസമുള്ള നേരുള്ള ഒരു കൊച്ചാത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. ഈ സമിതി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചതിന് എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത് അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെടണമെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാർ അത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോടുകൂടി വന്നെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനൊപ്പം ഇവർ തുടരണ്ട എന്ന അമ്മ അംഗങ്ങൾ ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപടക്കിയത്.